ധ്യാനിച്ച് ആയുർവേദത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് മര്യാദകേടാണ്. അതുകൊണ്ട് പാരമ്പര്യ തലങ്ങളിൽ ഇത്രയും ശക്തമായ ഭാവങ്ങൾ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എവിടെയും അതിൻ്റെ ആന്തോളനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആദ്യമായി രോഗത്തെ ആയുർവേദം എങ്ങനെ കാണുന്നു? രുക്സാമാന്യമെന്ന് മുമ്പ് പറഞ്ഞു. നിങ്ങൾ പഠിക്കുന്ന ശാന്തി മന്ത്രങ്ങളിൽ എല്ലാത്തിലും 3 പ്രാവശ്യം ശാന്തി ഉരുവിടുന്നത് കേട്ടിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഓം ശാന്തി 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 3 തവണ ഉരുവിടും. എന്തിനായി 3 തവണ ഉരുവിടുന്നു? ശാന്തി മന്ത്രങ്ങൾ 3 തവണ ഉരുവിടും. ഏതൊക്കെ? ആദി ഭൗതികം, ആധ്യാത്മികം, ആദിദൈവികം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ആധ്യാത്മിക ദുഃഖങ്ങൾ? ആദിബലപ്രവൃത്തം, ആദിബലപ്രവൃത്തം, ജന്മബലപ്രവൃത്തം, ദോഷബലപ്രവൃത്തം. ഇവയാണ് ആധ്യാത്മിക ദുഃഖങ്ങൾ. ഇരുന്നോളൂ. ഇവ 3 എണ്ണമാണ് ആധ്യാത്മിക ദുഃഖങ്ങൾ. ഇനി പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക. ആദിബലപ്രവൃത്തം, ജന്മബലപ്രവൃത്തം, ദോഷബലപ്രവൃത്തം. ഈ ദുഃഖങ്ങൾ 2 തരത്തിലാണ് ഉണ്ടാകുന്നത്. എല്ലാ ദുഃഖങ്ങൾക്കും 2 ഭാവങ്ങളുണ്ട്. ഒന്ന് അദൃഷ്ടരൂപമായി വരുന്ന ദുഃഖം. പൂർവ പാപകർമ്മങ്ങൾ ഉണ്ടാക്കുന്ന ഉത്കണ്ഠകൾ സ്വപ്ന സുഷുപ്തികളിൽ ചെന്ന് അവയിൽ ഗാഠമായി കിടന്ന് അവയ്ക്ക് അനുകൂലങ്ങളായ സാഹചര്യങ്ങൾ വരുമ്പോൾ അറിയാതെ പൊന്തി വരുന്ന അദൃഷ്ട ദുഃഖങ്ങളായി. അതുകൊണ്ട് ആയുർവേദ ശാസ്ത്രം ദൈവവ്യപാശ്രയം, സത്വ അവജയം, യുക്തി വ്യപാശ്രയം എന്ന് 3 തലത്തിലാണ് ചികിത്സയെ കാണുന്നത്. ഗുരുദേവ കൃതികളെ ഇതിലെ ആദ്യത്തെ 2 എണ്ണത്തിൽ എല്ലാ കൃതിയെയും പെടുത്താൻ കഴിയും. ദൈവവ്യപാശ്രയത്തിൻ്റെയും സത്വ അവജയത്തിൻ്റെയും പൂർണ്ണമായ തലങ്ങളിൽ ഗുരുദേവ കൃതികളിലെ ഗുരുദേവന്റെ എല്ലാ കൃതികളെയും പെടുത്താൻ ഒരെണ്ണം അതിന് വെളിയിൽ പോകില്ല. യുക്തിവ്യപാശ്രയത്തിലേക്ക് കൃതികളെ കൊണ്ടുവരുമ്പോൾ ഇവയെല്ലാം അതിൽ പെടില്ല. ചില സന്ദേശങ്ങൾ മാത്രമേ പെടുന്നുള്ളൂ. ആയുർവേദ സൈദ്ധാന്തികതയുമായി പൊരുത്തപ്പെടുത്തി പഠിക്കുമ്പോൾ ഏറ്റവും പ്രകടമായി ദൈവവ്യപാശ്രയത്തിൻ്റെയും സത്വാവജയത്തിൻ്റെയും സമ്പൂർണ്ണ കൃതികളിൽ ഒന്നാണ് പിണ്ടനന്ദി. ഇവിടെ 1 വർഷം വന്ന് എടുത്തതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ തന്നെ 1 വർഷം വന്ന് ഇതുപോലൊരു ധർമ്മമീമാംസാ പരിഷത്തിൽ പഠിപ്പിച്ചു എന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ. അവിടെ ഞാൻ ഈ വഴിയിൽ ചില സൂചനകൾ നൽകിയതായാണ് എൻ്റെ വിശ്വാസവും. അധ്യാത്മദുഃഖങ്ങളെ പറയുമ്പോൾ
ആദിബലപ്രവൃത്തം പദം ഞാൻ പറഞ്ഞേ ഉള്ളൂ, വിശദീകരിച്ചില്ലെന്നാണ് എൻ്റെ ഓർമ്മ. മൈ റൈറ്റ്? എന്താണ് ആദിബലപ്രവൃത്തം? പിതൃജം, മാതൃജം. പഴയ ആളുകളും പുതിയ കുട്ടികളും തമ്മിലുള്ള ഏറ്റവും വലിയ അന്തരം അച്ഛനും അമ്മയും ശരീരം വെടിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ പോലും എൻ്റെ അച്ഛനും അമ്മയും എന്നിൽ തന്നെ ഇരിക്കുന്നുവെന്ന് അറിയാതിരിക്കുന്നുവെന്നുള്ളതാണ് ആധുനികത. അവരെൻ്റെ കോശങ്ങൾക്ക് കാവലായിരിക്കുന്നു എന്നുള്ളതാണ് പ്രാചീന ജീവിതത്തിൻ്റെ പ്രത്യേകത. കാരണം അച്ഛൻ്റെ ശരീരത്തിൻ്റെ അംശമാണ്. അച്ഛൻ കഴിച്ച ആഹാരം, അച്ഛൻ കഴിച്ച റൊട്ടി, അച്ഛൻ കഴിച്ച വെണ്ടയ്ക്ക എന്ന് പറഞ്ഞത് വെണ്ടയ്ക്കയാണ് അതിൽ ശക്തം എന്നുള്ളത് കൊണ്ടാണ്. കുട്ടികളുണ്ടാകാത്ത ആളുകൾ ഒരു 25 പിഞ്ച് വെണ്ടയ്ക്ക നല്ലപോലെ പച്ചയ്ക്ക് ചവച്ചരച്ച് ഡെയിലിയും കഴിച്ചാൽ ഒരു 10-30 ദിവസം കഴിയുമ്പോൾ ബീജാണുക്കളുടെ എണ്ണം കൂടുതലാവും. തേങ്ങ ഇടുമ്പോൾ വന്നങ്ങ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ഈ പ്രദേശങ്ങളിന് ബെടല എന്ന് പറയും. ചങ്ങനാശ്ശേരി ബെടല. നായന്മാരിരിപ്പുണ്ടെങ്കിൽ എന്നോട് ദേഷ്യം വരരുത്. അവരുടെ സംബന്ധകാലങ്ങളിൽ ഈ ബെടല തേങ്ങയിൽ അരി വറുത്തതും ഒരു വലിയ രഹസ്യമായിരുന്നുവെന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് എന്നോട് ദേഷ്യം പ്രത്യേകിച്ച് വരരുത്. ആരെങ്കിലും കേൾക്കാൻ വന്നിരിപ്പുണ്ടെങ്കിൽ അപ്പം അങ്ങനെ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ബെടല അങ്ങനെയും ചേർക്കാറുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയും അതവർക്ക് മനസ്സിലായാൽ മതി. അപ്പോൾ ഈ തേങ്ങയ്ക്കുണ്ട് ഈ ശക്തി. അപ്പോൾ ഈ കഴിക്കുന്ന ആഹാരം ജഠരാഗ്നിയിൽ 5 ഭൂതാഗ്നികളിൽ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്നിവയായി പരിണമിക്കുമാറ്. അതിന് സാഖ്യം പഠിക്കണം. സാഖ്യശാസ്ത്രവും ന്യായശാസ്ത്രവും വൈശേഷിക ശാസ്ത്രവും ഒക്കെ എത്രത്തോളം ഗുരുദേവൻ പഠിച്ചിരുന്നുവെന്ന ആ കൃതികളെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ പഠിക്കാതെ, ഗുരുദേവകൃതിയുടെ ആഴം മനസ്സിലാക്കാതെ പഠിക്കാൻ നമ്മൾ ഒരുമ്പെട്ടാൽ ഇത് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ ആഴത്തിൽ നിങ്ങൾ പഠിക്കുമെങ്കിൽ ആ കഴിക്കുന്ന ആഹാരം ഭൂതാഗ്നികളിൽ ദഹിച്ച്, പ്രധാനമായ ജഠരാഗ്നി, ഭൂതാഗ്നികൾ 5, 7 ധാത്വഗ്നികൾ, രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം. ഈ കഴിച്ച വെണ്ടയ്ക്ക പചിച്ച് അത് രസമായി, രക്തമായി, മാംസമായി, മേധസ്സായി, അസ്ഥിയായി, മജ്ജയായി, ശുക്രമായി, പുരുഷബീജമായി തീരുമ്പോൾ അതിനകത്ത് ഈ വെണ്ടയ്ക്കയിൽ നിന്ന് രൂപാന്തരപ്പെട്ട 110 ദശലക്ഷം ബീജാണുക്കൾ വരെ ഉണ്ടാകും. അവയ്ക്ക് അച്ഛൻ്റെ പിതൃപാരമ്പര്യത്തിൻ്റെ അനന്ത സൗഭാഗ്യങ്ങളുടെ സ്വഭാവങ്ങളുണ്ട്. അതിനകത്ത് പണ്ട് നാട്ടിലുള്ളവരെ കൊല്ലാനിറങ്ങിത്തിരിച്ച ഒരു പിതാമഹൻ്റെ സ്വഭാവം ഒരെണ്ണത്തിൽ, മറ്റൊന്നിൽ നാടിനെ മുഴുവൻ നന്നാക്കാൻ പോയ ഉത്തമനായ ഒരു യോഗിയുടെ സ്വഭാവം, അവിടെ അതുപോലെ തന്നെ നാട്ടുകാർക്ക് വൈദ്യസംബന്ധമായ അറിവ് കൊടുക്കാൻ പോയവൻ്റെ സ്വഭാവം. ഇങ്ങനെ 110 ദശലക്ഷം സ്വഭാവങ്ങളുടെ സങ്കേതങ്ങളുള്ള ബീജാണുക്കളാണ് മാതാവുമായി ചേരുമ്പോൾ മാതാവിലൂടെ കടന്നുള്ളിലേക്ക് പോകുന്നത്. അവ എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു പോകുമ്പോൾ ആ ഭർതൃഗൃഹത്തിലേക്ക് വന്നിരിക്കുന്ന സ്ത്രീയുടെ ശുദ്ധിയും
അവൾക്ക് ആ വീട്ടിൽ കിട്ടുന്ന പരിഗണനകളും അവളോട് സഹോദരങ്ങൾക്കും അയാളുടെ അച്ഛനമ്മമാർക്കുമുള്ള ബന്ധവും ആ നാട്ടുകാർക്കുള്ള താല്പര്യവും ഒക്കെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ ആ കൂട്ടത്തിൽ നിന്ന് ഉത്തമനെയോ അധമനെയോ